കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കണ്ണീരടക്കാനാകാതെ വീട്ടുകാരും നാട്ടുകാരും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അത് അവിടുത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലും അപ്പുറമാണ് ആ ഒരു ദുഃഖമെന്ന് മനസ്സിലാകുന്നു. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ഷിബു വർഗീസിന്റെ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഷിബു വർഗീസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചത്. സംസ്കാരം 2:30 വീട്ടിന് തൊട്ടടുത്തുള്ള മലങ്കര സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിലാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ബന്ധുക്കളും ഭാര്യയും അമ്മയും അടക്കമുള്ള ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷിബു വർഗീസ് കുവൈറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. ഷിബു വർഗീസിന്റെ അമ്മയുടെ സഹോദരനാണ് ഈ ഷിബു വർഗീസിനൊപ്പം തന്നെ ഈ മരിച്ച കൂട്ടത്തിൽ ഉൾപ്പെട്ട മാത്യു തോമസ്, പാണ്ടനാട് സ്വദേശിയായ മാത്യു തോമസിന്റെ സംസ്കാരം നാളെ നടത്താനാണ് ബന്ധുക്കൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ രണ്ട് പേരും ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊക്കെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. വീട്ടുകാരും നാട്ടുകാരും ഷിബുവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഷിബു വർഗീസിന്റെ വിയോഗ വാർത്തയിൽ മനംനൊന്താണ് നാട്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഷിബു നാട്ടിലെത്തിയത്. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, തുടർന്നോളൂ. കുവൈറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 8 വർഷത്തോളമായി ഗൾഫിലായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് അവസാനമായി നാട്ടിൽ വന്നിട്ടുള്ളത്. ഭാര്യയും 3 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. ഈ ഭാര്യ ഇവിടെ കോട്ടയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. ഭാര്യയും ഒപ്പം കുവൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്ക് വരാനിരുന്ന ഒരു സമയത്താണ് ഈ ഷിബുവിന് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു മരണം ഉണ്ടാകുന്നത്. എന്തായാലും 3 വയസ്സുള്ള കുഞ്ഞുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ഷിബു വർഗീസിന്റെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത്. പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ നിന്നും രാവിലെ ഏതാണ്ട് 9:30 ഷിബു വർഗീസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ പായിപ്പാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിൽ നിന്നും തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്ന സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ പാരിഷ് ഹാളിലേക്ക് മാറ്റും. അവിടെയായിരിക്കും പൊതുദർശനവും പിന്നീടുള്ള മതപരമായ ചടങ്ങുകളും ഒക്കെ നടക്കുക. എന്തായാലും വീട്ടിൽ ആദ്യത്തെ ഘട്ടത്തിലുള്ള സംസ്കാര ശുശ്രൂഷകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ നടക്കുകയാണ്. ഷിബു വർഗീസിന്റെ മൂത്ത സഹോദരനും കുവൈറ്റിൽ അദ്ദേഹം താമസിച്ചിരുന്നതിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. അദ്ദേഹം രാവിലെ നാട്ടിലെത്തിയിട്ടുണ്ട്. മറ്റ് വിദേശത്തുള്ള ഷിബു വർഗീസിന്റെ മറ്റ് വിദേശത്തുള്ള ബന്ധുക്കൾ കൂടി എത്തണം. അതുകൊണ്ടാണ് ഈ സംസ്കാരം 2:30 എന്നൊരു സമയത്തിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിബു വർഗീസിന്റെ അമ്മയുടെ സഹോദരനാണ് ഈ തീപിടുത്തത്തിൽ മരിച്ച നിരണം സ്വദേശിയായ മാത്യു തോമസ് പാണ്ടനാടാണ് താമസിക്കുന്നത്. മാത്യു തോമസിന്റെ മൃതദേഹവും പുഷ്പഗിരി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവർ 2 പേരും ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ 2 പേരുടെയും സംസ്കാരം 2 കുടുംബാംഗങ്ങൾക്കെല്ലാം പങ്കെടുക്കാവുന്ന രീതിയിൽ 2 ദിവസത്തേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ആദ്യം ഷിബു വർഗീസിന്റെ സംസ്കാരം നടക്കും. അതിനുശേഷം നാളെ ആയിരിക്കും ഷിബു വർഗീസിന്റെ അമ്മാവനായ മാത്യു തോമസിന്റെ സംസ്കാരം നടക്കുക. ഷിബു വർഗീസിന് 38 വയസ്സാണ്. 8 വർഷത്തോളമായി ഷിബു കുവൈറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. ഭാര്യയും 3 വയസ്സുള്ള ഒരു മകളുമാണ് ഷിബുവിനുള്ളത്. ലക്ഷ്മി. നിഷ, അതിൽ ഈ ഒരു ദുരന്തം താങ്ങാനാകാതെ നിൽക്കുന്ന വീട്ടുകാർക്ക് മറ്റൊരു ആഘാതമായിക്കൊണ്ട് ഒരുപക്ഷെ ഈ കൊണ്ടുവന്ന പലരുടെയും ഭൗതിക ശരീരങ്ങളുടെ മുഖം അവസാനമായി നോക്ക് കാണാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ്.
തീർച്ചയായും അത് തന്നെയാണ് ഈ ഷിബു വർഗീസിന്റെ ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചവർ പറയുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് ഷിബു വന്നു പോയത്. അവസാനമായി ഒരു ദാരുണാന്ത്യം ഉണ്ടായെങ്കിൽ പോലും അവസാനമായവർക്ക് മൊത്തമൊന്നും കാണാൻ പറ്റാത്ത പോലും സാഹചര്യമാണ് പല വീടുകളിലും നമ്മൾ കണ്ടത്. ഇത് കാണാനായി ഇവർ കാത്തു നിൽക്കുന്നു. പല ആളുകൾക്കും ആ ഒരു മൃതദേഹ പേടകം മാത്രം അതിന് മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന അവരുടെ ചിത്രങ്ങൾ കണ്ട് മാത്രം ആശ്വസിക്കേണ്ട ഒരു ഗതികേടെന്ന് തന്നെ നമുക്ക് പറയണം. ആ ഒരു അവസ്ഥയിലാണ് എല്ലാ ആളുകളും തന്നെ ഉള്ളത്. ഷിബു വർഗീസിനും എത്തിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ അവരുടെയൊക്കെ ഒരു ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. കുഞ്ഞിനെയും കൊണ്ട് ഈ കുഞ്ഞിനെ കാണിക്കാനായി കൊണ്ടുവന്ന ആ ഒരു അവസരത്തിൽ പോലും കണ്ടു നിൽക്കുന്നവർക്ക് പോലും അത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന, അത്രയധികം സങ്കടമുണ്ടാകുന്ന ഒരു രീതിയിലുള്ള രംഗങ്ങളൊക്കെ തന്നെയാണ് വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 38 വയസ്സ് മാത്രം പ്രായമുള്ള ആളായിരുന്നു ഷിബു വർഗീസ്. ഷിബു വർഗീസിന്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ഫാമിലിയും കുവൈറ്റിൽ തന്നെയാണുള്ളത്. ഈ ഷിബുവും ഭാര്യയും കുഞ്ഞിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. ശേഷം അവിടെ കുടുംബവുമൊക്കെ ഒരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു മരണം ഉണ്ടാകുന്നത്. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വരുമെന്ന് കരുതിയിരുന്ന ഒരാൾ നിശ്ചലമായി വീട്ടിലേക്ക് എത്തുന്ന ഒരവസ്ഥ, അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖകരമായ ഒരു സമയത്തിലൂടെ തന്നെയാണ് ഇവരുടെ ഈ കുടുംബം എന്നല്ല ഒരു നാടൊന്നാകെ കടന്നു പോകുന്നത്. 2:30 ആണ് അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള ആദ്യത്തെ പ്രാർത്ഥനകൾ, ആദ്യപടിയായുള്ള പ്രാർത്ഥനകളൊക്കെ നടക്കുകയാണ്. 1 മണിക്കൂറാണ് വീട്ടിൽ ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കാണാനായുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം പള്ളിയിലെ പാരിഷ് ഹാളിലേക്ക് മാറ്റും. അവിടെ 2 മണിവരെ സംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കും. അതിനുശേഷം 2:30 അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ശരി.